ഹലോ വെൽക്കം ടു സഹറാഷ് വേൾഡ്. അപ്പോൾ ഇന്ന് നമുക്ക് മറ്റൊരു മേക്കപ്പ് ട്യൂട്ടോറിയലായിട്ട് കാണാം കേട്ടോ. ഇത് കുറച്ചുകൂടെ ലോങ് വീഡിയോ ആയിരിക്കും, കാരണം കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ബ്രൈഡ് നൗഫിൻ്റെ വെഡ്ഡിങ് ലുക്കാണ് കേട്ടോ കാണാൻ പോകുന്നത്. അപ്പം നമ്മൾ മേക്കപ്പ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിൽഗ്രിമിൻ്റെ 24K ഗോൾഡ് ഓയിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്നത് പോലെ തന്നെ ഐബ്രോസ് നന്നായി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വലിയ രീതിയിൽ ആർട്ടിഫിഷ്യൽ ആക്കണ്ട, ഒരു നാച്ചുറൽ രീതിയിലായിരിക്കണം എന്നായിരുന്നു ബ്രൈഡിൻ്റെ പ്രിഫറൻസ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഫേസിലും അതുപോലെ ഐസിലും നന്നായിട്ട് എയ്സിൻ്റെ പ്രൈമർ കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് റിങ്കിൾസ് വരും. പ്രൈമർ ഇടുമ്പോൾ ഒരു ലോക്ക് ചെയ്തൊരു ഫീലാണ്. അതിനുശേഷം ഒരു ഡാർക്ക് ഷെയ്ഡ് കൺസീലർ വെച്ചിട്ട് ഒന്ന് ഐലിഡ്സും മുഴുവനായിട്ട് ഒന്ന് കവർ ചെയ്യുന്ന പോലെ കൊടുത്തിട്ടുണ്ട്. കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുത്തു. അത് നന്നായി ഡാബ് ചെയ്തതിന് ശേഷം ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒരു ഫെയർ ഷെയ്ഡ് കൂടെ എടുത്തിട്ട് ഐബ്രോസിൻ്റെ അണ്ടറിലും അതുപോലെ തന്നെ ഫുൾ ഐലിഡ്സിലും നന്നായിട്ട് ഒന്ന് മീൻസ് നന്നായി കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല രീതിയിൽ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഐ ഷേഡോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ഇളകി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്തിട്ടുള്ളത് PACൻ്റെ കോമ്പാക്റ്റ് പൗഡർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോഴേ അതവിടെ ലോക്കായി നിൽക്കുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഇളകിപ്പോരും. അത് കഴിഞ്ഞ് നമ്മൾ ഐ ഷാഡോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ കഴിഞ്ഞ മെഹന്തി ലുക്കിന് ഒരു ന്യൂട്രൽ ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കുറച്ചും കൂടെ ഹെവി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ലാവൻഡർ ഷെയ്ഡാണ് സാരി വരുന്നത് കേട്ടോ. അപ്പോൾ ലാവൻഡർ പ്ലസ് ഒരു ഗോൾഡൻ ആ കൈൻഡ് ഓഫ് ലുക്കാണ്. കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ഐ മേക്കപ്പാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രണ്ട് ലുക്കും ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്തത്. അത് ആദ്യം ബ്രൈഡിന് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് കുറച്ച് ഹെവി ആയി പോയോ എന്നുള്ളത്. പിന്നെ ലാസ്റ്റ് എല്ലാ ലുക്കും കഴിഞ്ഞ് വരുമ്പോൾ ആൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ. അതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് മാറ്റാൻ പറ്റുമോ, എന്തെങ്കിലും എന്താ പറയുക, ലാസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ആൾക്ക്. പിന്നെ എക്സസ് ആയിട്ടുള്ള പൗഡറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐ ഷാഡോൻ്റെ പാർട്ടിക്കിൾസ് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു വെറ്റ് വൈപ്സ് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറോ ആലോവേറ ജെല്ലോ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഈ വൈപ്പ് ഔട്ട് ചെയ്ത സമയത്ത് ഞാൻ മുമ്പേ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന പ്രൈമർ റിമൂവ് ആയതുകൊണ്ട് ഒന്നും കൂടെ ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യുന്നത് കൺസീലറാണ്. കൂടുതലായിട്ട് ഫേസിൽ പിഗ്മെൻറ്റേഷനോ അങ്ങനെയൊന്നുമില്ല, കുറച്ചൊരു ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ Forever 52ൻ്റെ കൺസീലർ പാലറ്റിൽ ഷെയ്ഡ്സ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കൺസീൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഫൗണ്ടേഷനിലോട്ടാണ് വരുന്നത്. മാക്കിൻ്റെ സ്റ്റുഡിയോ ഫിക്സ് ഫൗണ്ടേഷൻ 2 ഷെയ്ഡ് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഏതാ ഷെയ്ഡെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. വർക്ക് കഴിഞ്ഞ് കുറച്ച് ഡേയ്സ് ആയതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ. അപ്പം നമ്മൾ ഫേസിൽ എന്താണോ അപ്ലൈ ചെയ്യുന്നത് അത് ഇയേഴ്സിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് ഷെയ്ഡായി മാറും കേട്ടോ. ഇപ്പോഴല്ല, ഡേ ലൈറ്റിൽ കാണുന്ന സമയത്ത് ആ ഡിഫറൻസ് നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റും. അതിനുശേഷം ഞാൻ ഹൈലൈറ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഫെയർ ഷെയ്ഡ് എടുത്തിട്ട് അണ്ടർ ഐസിലും അതുപോലെ ബ്രിഡ്ജ് ഓഫ് ദ നോസിലൊക്കെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെയ്യുന്നത് കോണ്ടോറിങ് ആണ്. ജസ്റ്റ് നോസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ആ വിസിബിളായിട്ടുള്ളൊരു മാറ്റം കാണാൻ പറ്റും. ആ നോസിൽ ഒരു ഷെയ്ഡ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു മുടി ഇടയ്ക്കിടയ്ക്ക് വരുന്നത് ഞാനാണ് കേട്ടോ, അതാരും മൈൻഡ് ചെയ്യണ്ട. ആളുടെ ഏറ്റവും ഫേവറേറ്റ് പാർട്ട് എന്ന് പറയുന്ന ബ്ലഷ് ഇടുകയാണ്. എത്ര ബ്ലഷ് ഇട്ടാലും കുഴപ്പമില്ല, ഇട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇത്രയും ബ്ലഷ് ഇട്ട് കഴിഞ്ഞിട്ടും ആൾക്ക് കുറച്ചും കൂടെ ബ്ലഷ് വേണമെന്നായിരുന്നു. ഞാൻ പറഞ്ഞു ഇത് ഓവറാണ്, ഇനി ചെയ്യണ്ട, കുറച്ച് നേരം കഴിയുമ്പോൾ സെറ്റിലാകും. അപ്പം നീ പറഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തു തരാം എന്നായിരുന്നു കേട്ടോ പറഞ്ഞത്. ഇത് റെവല്യൂഷൻ്റെ ഡ്യൂയി ക്രീം ബ്ലഷാണ്. ഇതൊരു ഡ്യൂയി കൈൻഡ് ഓഫ് ലുക്ക് തരും കേട്ടോ. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ഗ്ലാസ് സ്കിൻ ലുക്കാണ്. അതാണ് നമ്മൾ ഈ മാക്കിൻ്റെ ഫൗണ്ടേഷനും അങ്ങനെ എല്ലാം ഒരു ഡ്യൂയി കൈൻഡ് എടുത്തത് കേട്ടോ. പിന്നെ മേലെ അപ്ലൈ ചെയ്ത് ആ ഒരു ക്രീസ് ലൈനിൽ അപ്ലൈ ചെയ്ത ഷെയ്ഡ് എടുത്തിട്ട് അണ്ടർ ഐസിൽ ഒന്ന് ഡ്രോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നർ കോർണേഴ്സിൽ ഒരു ഗോൾഡൻ കളറ് ഷിമ്മർ ഷെയ്ഡ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ളൊരു ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ റെവല്യൂഷൻ്റെ ഹൈലൈറ്ററാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഗുച്ചി അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫിക്സിങ് സ്പ്രേക്ക് മുമ്പായിട്ട് ഞാൻ ഗുച്ചി അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഗുച്ചീൻ്റെയും അതുപോലെ തന്നെ
ഫിക്സിങ് ചെയ്യുന്നതിൻ്റെയും അങ്ങനെ കുറച്ച് ക്ലിപ്സൊക്കെ മിസ്സിങ് ആണ്. മിസ്സിങ് അല്ല, അത് ആക്ച്വലി എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഹസ്ബൻഡാണ് വീഡിയോ എടുക്കുന്നത്. അതിൻ്റേതായ അപാകതകളെല്ലാം വീഡിയോയിൽ കാണുന്നുണ്ട് കേട്ടോ. ആൾ നന്നായി വീഡിയോ എടുക്കും, പക്ഷേ എല്ലാ സ്റ്റെപ്സും ആളങ്ങനെ അറിയണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്റ്റെപ്സൊക്കെ മിസ്സിങ് ആയി പോയിട്ടുണ്ട് കേട്ടോ. അതാണ് മീൻസ് കാണാത്തത്. അതിനുശേഷം ലിപ് ലൈനർ വെച്ചിട്ട് ഇന്നർ കോർണറിലും അതുപോലെ തന്നെ ഔട്ടർ കോർണേഴ്സിലും എല്ലാവിടെയും ലിപ് ലൈനർ വെച്ചിട്ട് നന്നായി ഡ്രോ ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ സ്വിസ് ബ്യൂട്ടിൻ്റെ ലിപ് ലൈനറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു 2 ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഏതാ ഷെയ്ഡെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഇത് 2 ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഹെയർ ക്രിംപ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കസിന് കൂടി ഉണ്ടായിരുന്നു അസിസ്റ്റൻ്റായിട്ട്. അപ്പോൾ അവളെല്ലാം ക്രിംപ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫുൾ ഓൺ ആയിരുന്നു ബ്രൈഡിൻ്റെ ഫാമിലിയും എല്ലാവരും ഭയങ്കര പവർഫുള്ളായിരുന്നു. പക്ഷേ എൻ്റെ ബാറ്ററി ലോ ആയിരുന്നു കേട്ടോ. എനിക്ക് BP ലോ ആയിട്ട് എനിക്ക് തല കറങ്ങി. അവരെനിക്ക് ലൈം ജ്യൂസും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് തന്ന് ഫുഡും എല്ലാം തന്ന് എന്നെ സെറ്റായി നല്ല രീതിക്ക് നോക്കി നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സാരി വരുന്നത് ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ സാരി. അപ്പം സാരി ഡ്രേപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ ഓർണമെൻറ്റ് സെറ്റിങ്സും ഹെയർ സ്റ്റൈലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. കാരണം ഹെയർ സ്റ്റൈൽ മിററിൻ്റെ അവിടേക്ക് വെക്കുന്ന സമയത്ത് നമുക്ക് റിംഗ് ലൈറ്റും വീഡിയോ ഒക്കെ എടുക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ കേൾ ചെയ്തിടണോ അതുപോലെ സ്ട്രെയിറ്റ് ചെയ്തിടണോ ഫ്രണ്ടിലെ മുടിയെന്ന് നോക്കിയപ്പോൾ ബ്രൈഡിന് ഇഷ്ടം കേൾ ഇടുന്നതാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ മുല്ലപ്പൂ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ വെക്കുന്ന ഈ ലാവൻഡർ ഷെയ്ഡ് ഫ്ലവർ ഒരു ബൊക്കെ ഫീലിംഗ് ഉള്ളത് കൊണ്ട് ആ ഒരു ബൊക്കെ വെച്ചിട്ട് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ദുപ്പട്ട സെറ്റ് ചെയ്യുന്നത് വീഡിയോ ഇല്ല കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഔട്ട്ഡോർ ആയിട്ടുള്ള വീഡിയോസോ ഫോട്ടോസോ ഒന്നും തന്നെ എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഞാൻ അവിടെ സൈഡായിട്ട് കിടപ്പിലായി. ഈ ഒരു എല്ലാ വർക്കും കഴിഞ്ഞിട്ടാണ് ഞാൻ കിടപ്പിലായതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടുപോയേനെ കേട്ടോ. കാരണം ഈ ഓർണമെൻറ്റ്സ് സെറ്റിങ്സും ഹെയർ സ്റ്റൈലും എല്ലാം കഴിഞ്ഞിട്ടാണ് എനിക്ക് നല്ല രീതിക്ക് വയ്യാതായത്. അതുവരെ ഞാൻ എങ്ങനെയൊക്കെ പിടിച്ച് നിന്നതാണ്. പക്ഷേ കുഴപ്പമില്ലാതെ വർക്കൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതാക്കി. അവർ ഒരുപാട് നിർബന്ധിച്ചു കല്യാണത്തിന് വരാൻ. ഭയങ്കര സ്നേഹമുള്ളൊരു ഫാമിലി ആയിരുന്നു കേട്ടോ. കല്യാണത്തിന് വരാനായിട്ട് ഒരുപാട് നിർബന്ധിച്ചു. പക്ഷേ ഞാൻ പോകുന്ന വഴിക്കൊക്കെ ഫുൾ വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയി ആകെ അവശനായി പോയത് കൊണ്ട് എനിക്ക് കല്യാണത്തിന് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൽ കാണിക്കുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് ചെയ്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ലൈക്ക് ചെയ്യാതെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ ആൾക്കാരുണ്ട്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോഴാണ് നിങ്ങളിത് ഇഷ്ടപ്പെടുന്നുണ്ടോ എനിക്ക് പിന്നെയും വീഡിയോസ് ഇടാനായിട്ട് ഒരു ആവേശമായിരിക്കും കേട്ടോ.